നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടോപ്പിക് ഒന്ന് കവർ ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കുറച്ച് ടോപ്പിക്ക് കവർ ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്നാണ്. ടോപ്പോളജീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ ഡിവൈസസും ഏത് രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു, ആ കണക്ഷൻ്റെ ലേഔട്ട് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡിവൈസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പം ഇത് പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഈ കമ്പ്യൂട്ടേഴ്സിനെ. ആ ഒരു ലേഔട്ടിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും ഈ നെറ്റ്വർക്ക് ടോപ്പോളജിയെ 6ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു നെറ്റ്വർക്ക് ബാക്ക് ബോൺ കാണാം. പിന്നെ ഇവിടെ നമുക്ക് എന്താ, കമ്പ്യൂട്ടേഴ്സ് കാണാം. ഇവിടെ എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 4 കമ്പ്യൂട്ടേഴ്സും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ കൂടെ ഒരു സെൻറ്റർ ലൈൻ ഉണ്ട് അല്ലേ? ഈ ഒരു ലൈൻ വഴി ഈ 4 കമ്പ്യൂട്ടേഴ്സിനെയും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കമ്പ്യൂട്ടേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. നോക്കി, അതിൽ തന്നെ പറയാം, ഇറ്റ് യൂസസ് എ കോമൺ ബാക്ക് ബോൺ ടു കണക്ട് ഓൾ ഡിവൈസ്. എല്ലാ ഡിവൈസസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടൊരു ബാക്ക് ബോൺ ഉണ്ടായിരിക്കും. എ സിംഗിൾ കേബിൾ ഈസ് യൂസ്ഡ് ടു ഷെയർ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇതിൽ ഒരു സിംഗിൾ കേബിൾ ആയിരിക്കും എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാനും ഡേറ്റ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടൊരു കേബിൾ ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേബിളുമായിട്ടായിരിക്കാം എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിളിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ അത് ഈ ഒരു നെറ്റ്വർക്കിനെ ഫുള്ള് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഫെയിലിയർ ആവണമെങ്കിൽ ഈ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ആ ഒരു കേബിളിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ മതി. ഇതാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തത് റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു പേര്, ഈ ഒരു ഫിഗർ കണ്ടോ, ഇതിലെന്താണ്? ഒരു റിംഗ് പോലെ, ഒരു റൗണ്ട് പോലെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിംഗ് ഷേപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, ഓൾ മെസ്സേജ് ട്രാവൽ ത്രൂ എ റിംഗ്. എല്ലാ മെസ്സേജും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റിംഗ് പാത്ത് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കി, ഈ ഒരു കമ്പ്യൂട്ടർ, ഈ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇവിടെ ഒരു കേബിൾ വഴി എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത കേബിൾ, ഇങ്ങനെ ഒരു കേബിൾ വഴിയാണ്, ഒരു റിംഗ് പോലെയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് നോക്കി, ഇതിൽ ഏതെങ്കിലും ഒരു കേബിളിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ഈ നെറ്റ്വർക്കിനെ ഫുൾ അത് അഫക്റ്റ് ചെയ്യും. ഈ ഒരു കേബിളിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്താലേ ഇതുവഴി ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കേബിളിന്, ഈ ലൂപ്പിലുള്ള ഒരു കേബിളിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഫുൾ എൻ്റയർ നെറ്റ്വർക്കിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ഇതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. കണ്ടോ, ഓൾ മെസ്സേജ് ട്രാവൽ ത്രൂ എ റിംഗ്. എ ഫെയിലിയർ ഇൻ എനി കേബിൾ ഓർ ഡിവൈസ് ബ്രേക്ക് ദ ലൂപ്പ് അഫക്റ്റ് ദ എൻ്റയർ നെറ്റ്വർക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാർ ടോപ്പോളജിയാണ്. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ സെൻട്രൽ ആയിട്ടൊരു ഹബ്ബ് ഉണ്ടാകും. ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹബ്ബ് കണ്ടോ, ഇവിടെ എന്താണ്? ഹബ്ബ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിവൈസും അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടേഴ്സും ഈ സെൻട്രൽ ഹബ്ബുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിന് ഡാമേജ് സംഭവിച്ചാലാണ്? ഈ ഹബിന് ഡാമേജ് സംഭവിച്ചാൽ അത് ഈ എൻ്റയർ നെറ്റ്വർക്കിനെ അഫക്റ്റ് ചെയ്യും. കണ്ടോ, ഇറ്റ് ഹാസ് എ സെൻട്രൽ കണക്ഷൻ പോയിന്റ് കോൾഡ് ഹബ്ബ്. ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റ് ഉണ്ടായിരിക്കും, അതിനെ ഹബ്ബ് എന്നാണ് പറയുന്നത്. ഫെയിലിയർ ഓഫ് എനി നെറ്റ്വർക്ക് കേബിൾ അഫക്റ്റ് വൺ കമ്പ്യൂട്ടർ. ഈ ഏതെങ്കിലും ഒരു കേബിളിനാണ് കുഴപ്പം സംഭവിക്കുന്നതെങ്കിൽ അത് ആ ഒരു കമ്പ്യൂട്ടറിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യത്തുള്ളൂ.
പക്ഷേ എന്താ, ഹബ്ബ് ഫെയിൽ ആവുകയാണെങ്കിൽ ഈ എൻ്റയർ നെറ്റ്വർക്ക് ഫെയിലാകും. അപ്പോൾ ഈ ഒരു ഹബിനാണ് പ്രോബ്ലം സംഭവിക്കുന്നതെങ്കിൽ ഈ നെറ്റ്വർക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, പ്രോബ്ലം ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിംഗിൾ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള ഡേറ്റ ഷെയർ ചെയ്യുന്നതിൽ മാത്രമേ പ്രോബ്ലം ഉണ്ടാവത്തുള്ളൂ. ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ട്രീ ടോപ്പോളജിയാണ്. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ കണ്ടു, ഈ ഒരു ഫിഗറിൽ ഉള്ളതുപോലെ തന്നെ ട്രീയും അതിൻ്റെ ബ്രാഞ്ചസ് പോലെയാണ് ഈ ഒരു ടോപ്പോളജി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ട്രീ ടോപ്പോളജി ഇൻ്റഗ്രേറ്റ് മൾട്ടിപ്പിൾ സ്റ്റാർ ടോപ്പോളജി ടുഗദർ ഓൺ ടു ദി ബെസ്റ്റ് ടോപ്പോളജി. അപ്പോൾ സ്റ്റാർ ടോപ്പോളജി നമ്മൾ പഠിച്ചു എന്താണ്, ഒരു സെൻട്രൽ ഹബ്ബ് ഉണ്ടായിരിക്കും, അതുവഴിയാണ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജീസ് ഒരു ബസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ട്രീ ടോപ്പോളജി. ഇതാണ് ബെസ്റ്റ് ടോപ്പോളജി. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഒരു ബാക്ക് ബോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ കേബിൾ വഴിയായിരിക്കും എല്ലാം എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ബെസ്റ്റ് ടോപ്പോളജി വരുന്നുണ്ട്. പിന്നെ സ്റ്റാർ ടോപ്പോളജി നമ്മൾ പറഞ്ഞു എല്ലാ കമ്പ്യൂട്ടേഴ്സും സെൻട്രൽ ആയിട്ടുള്ള ഒരു ഹബ്ബുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ കമ്പ്യൂട്ടറും സെൻട്രൽ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. ഇത് മറ്റൊരു സ്റ്റാർ ടോപ്പോളജിയാണ്. ഈ സ്റ്റാർ ടോപ്പോളജി എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ബെസ്റ്റ് ടോപ്പോളജിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലുള്ള കണക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒൺലി ഹബ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ ട്രീ ആൻഡ് ഈച്ച് ഹബ് ഫംഗ്ഷൻ ആസ് എ റൂട്ട്. ഇതിൽ ഹബ്ബാണ് ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ഹബ്ബും എന്താണ്, ഓരോ റൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടോപ്പോളജിയാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ഡിവൈസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ഡിവൈസ് ഇതുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഹയസ്റ്റ് റിലയബിലിറ്റി ഉള്ള ടോപ്പോളജി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്, മെഷ് ടോപ്പോളജിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ടോപ്പോളജിയാണ്. ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഡിഫറൻറ്റ് ടോപ്പോളജീസ് ആണ്. അതായത് പലതരത്തിലുള്ള ടോപ്പോളജീസ് ആയിരിക്കും ഈ ഹൈബ്രിഡ് ടോപ്പോളജിയിൽ വരുന്നത്. ഇതിനകത്ത് ട്രീ ടോപ്പോളജി കാണാം, ബസ് ടോപ്പോളജി കാണാം, സ്റ്റാർ ടോപ്പോളജി വരാം, മെഷ് ടോപ്പോളജി വരാം. ഇങ്ങനെ പലതരത്തിലുള്ള ടോപ്പോളജീസ് ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുമുള്ള 6 ടോപ്പോളജീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ. 10ഓ 15ഓ കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്താ, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരിടത്തൊരു നെറ്റ്വർക്ക് ടോപ്പോളജി ഉണ്ട്, ഒരു സ്റ്റാർ ടോപ്പോളജി, അതൊരു നെറ്റ്വർക്കാണ്. ഇനി ഒരിടത്തൊരു ബസ് ടോപ്പോളജി ഉണ്ട്, അത് അടുത്ത നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിനെ എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്, പല നെറ്റ്വർക്കുകളെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് എന്ത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇന്റർ കണക്റ്റഡ് ടു ഫോം ദി ഇന്റർനെറ്റ്. അപ്പോൾ പല നെറ്റ്വർക്കുകളെല്ലാം ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ഇന്റർനെറ്റ് ഉണ്ടാകുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേൾഡ് വൈഡ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു വേൾഡ് വൈഡ്, ലോകം മുഴുവനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ ഒരുപാട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് റൂൾസ്, അതായത് സെറ്റ് ഓഫ് റൂൾസ്. ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ചില റൂൾസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കണക്ട് കമ്പ്യൂട്ടർ യൂസേഴ്സ് വേൾഡ് വൈഡ് ആയിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് യൂസേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുമുള്ള ഒരു പ്രോട്ടോക്കോളാണ് TCP/IP പ്രോട്ടോക്കോൾ. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആൻഡ് IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ്. ഓക്കെ, പ്രോട്ടോക്കോൾസ് ആർ ദ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് എയ്ഡ് റെഗുലേറ്റിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് എനി സ്പെസിഫിക് ടെക്നോളജി. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ റൂൾസിനെയാണ്, ഒരു സ്പെസിഫിക് ടെക്നോളജി അതെങ്ങനെ യൂസ് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു ഗൈഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്.
ഉണ്ടോ. TCPയുടെ ഫുൾ ഫോം ഉണ്ട്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. IP-യുടെ ഫുൾ ഫോമാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. നോക്കി, ഇനി TCP/IP എന്ന് പറഞ്ഞാൽ എന്താണ്? പാക്കറ്റ്സ് ആർ സെൻഡ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഒരു ഡേറ്റ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ആ ഡേറ്റയെ ചെറിയ 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 സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് മാറ്റും. അപ്പോൾ ഈ സ്മോൾ യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? പാക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആയിട്ടായിരിക്കും സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന, എവിടെ നിന്ന് എങ്ങോട്ടാണോ അയക്കുന്നത്, ആ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സ്മോൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും ഡേറ്റാസിനെ സെൻഡ് ചെയ്യുന്നത്. പിന്നെ TCP/IP പോലെ തന്നെ പലതരത്തിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് FTP. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫയൽസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഏതെന്ന് പറയുന്നത്? FTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് HTTP. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ തന്നെ നമ്മൾ കാണാം HTTPS കൂടി വരും. എസ് വന്നാൽ സെക്യൂർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് HTTPS. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ഒരുപാട് ലിങ്കുകളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അടുത്ത ഒരു പേജിലേക്ക് പോകും. അതിലൊരു ഒരുപാട് ലിങ്കുകൾ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകും. അങ്ങനെ ഈ ഹൈപ്പർ ടെക്സ്റ്റുകൾ, ലിങ്കുകൾ, ഇവയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP. നമ്മൾ അറിയാതെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു അഡ്രസ് ബാർ ഉണ്ടായിരിക്കും. ആ അഡ്രസ് ബാറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HTTP :/ കഴിഞ്ഞിട്ടായിരിക്കും ഒരു അഡ്രസ് ലൈൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവിടെ കണ്ടോ, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്നല്ല HTTP എന്ന് പറഞ്ഞാൽ. നമ്മളൊരു പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തു, ഒരു ലിങ്ക് വന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, അപ്പം അടുത്ത പേജിലേക്ക് പോയി. ഇങ്ങനെ പോകുമ്പോഴെല്ലാം നമ്മൾ അറിയാതെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഏതെന്ന് പറയുന്നത്? HTTP എന്ന് പറയുന്നത്. HTTPയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിന്? യൂസ്ഡ് ടു മൂവ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് ബിറ്റ്വീൻ 2 or more കമ്പ്യൂട്ടേഴ്സ്. അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഹൈപ്പർ ടെക്സ്റ്റോ ലിങ്ക്സോ ഒക്കെ എന്താ ചെയ്യുക, മൂവ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത് യൂസ് ചെയ്യുന്നത്? HTTP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻ്റർനെറ്റ് ഈസ് മാനേജ്ഡ് ബൈ ICANN. ICANൻ്റെ ഫുൾ ഫോം എന്താ? ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? USA-ലാണ്. ഇൻ്റർനെറ്റ് മാനേജ് ചെയ്യുന്നത് ആരാണ്? ICANN ആണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് മാനേജ് ചെയ്യുന്നത്. നോക്കി, ഇറ്റ് മാനേജസ് IP അഡ്രസ് അസൈൻമെൻറ്റ്, ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എക്സെട്ര. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്? IP അഡ്രസ്സ്, ഓരോന്നിനും വേണ്ടി IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക, ഡൊമൈൻ നെയിംസ് രജിസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ ഈസ് വെരി ഫാസ്റ്റ് ഓൺ ദ ഇൻ്റർനെറ്റ് ബിക്കോസ് ദ ഡേറ്റ സെൻഡ് ഇൻ ദ ഫോം ഓഫ് ബൈനറി ആൻഡ് ആർ ഡിവൈഡഡ് ഇൻ സ്മോൾ പീസ് ഓഫ് പാക്കറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡേറ്റ സെൻഡ് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസായിട്ടാണ്. ആ പീസിനെയാണ് എന്ത് പറയുന്നത്? പാക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് ഡേറ്റയാണേലും നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ മെഷീൻ ലാംഗ്വേജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിഗ്നൽസ് ഉള്ള 0s and 1s ആയിട്ടുള്ള ബൈനറി ഫോമിലായിരിക്കും. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈസി ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബൈനറി ഫോമിലായിരിക്കും ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെരി ഈസിയാണ്. നോക്കി, ഏൻഷ്യൻ ഫോം ഓഫ് ഇൻ്റർനെറ്റ് ആദ്യകാലത്ത് ഏത് രൂപത്തിലായിരുന്നു ചോദിച്ചാൽ ARPANET ആയിരുന്നു. ഡെവലപ്ഡ് ബൈ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് ARPANET ആണ്. ARPANET ഡെവലപ്പ് ചെയ്തത് ആരാണ്? അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഇൻ്റർനെറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ VSNL ആണ്. VSNL എന്ന് പറഞ്ഞാൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് VSNL. ഇനി ഇൻ്റർനെറ്റ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടേംസ് ആണ് ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രാനെറ്റ് എന്താണ്? എക്സ്ട്രാനെറ്റ് എന്താണ്? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ കണക്ട് ടു
ദ ഓതറൈസ്ഡ് ഔട്ട്സൈഡ് യൂസേഴ്സ്. അതായത് എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്ക് ആയിരിക്കാം, പിന്നെ അവിടെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് യൂസേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എക്സ്ട്രാനെറ്റ് ആണ്. ഇൻട്രാനെറ്റിന് ഒരു ഓർഗനൈസേഷനകത്തുള്ള നെറ്റ്വർക്കിന് ഇൻട്രാനെറ്റ് എന്ന് പറയാം. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്തുള്ളതായിരിക്കാം, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റ്വർക്കാണ് ഏതെന്ന് പറയുന്നത്, എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ടേംസ് ഉണ്ട്, ക്ലയൻറ്റ് ആൻഡ് സെർവർ. ഇതെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത്, ക്ലയൻറ്റും സെർവറും. എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ? ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ എല്ലാ ഡേറ്റാസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, സെർവറിലാണ്. ഇപ്പോൾ ഏത് വെബ് പേജസ് ആണെങ്കിലും ഏത് വെബ്സൈറ്റ് ആണെങ്കിലും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ആണ് ഇത് സെർവർ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, അതാണ് പറഞ്ഞേക്കുന്നത്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇപ്പം എനിക്ക് എന്തെങ്കിലും ഡേറ്റ വേണം, ഞാനതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു പേജ് ഉണ്ടോ എന്ന് എവിടെ പോയി നോക്കും, സെർവറിൽ പോയി നോക്കും. സെർവറിൽ പോയി നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ എവിടെയാണോ, ഏത് IP അഡ്രസ്സുള്ള സിസ്റ്റമാണോ അത് റിക്വസ്റ്റ് ചെയ്ത് ആ ഒരു IP അഡ്രസ്സുള്ള സിസ്റ്റത്തിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ആ പേജ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സെർവറാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു സ്റ്റോർ റൂമുണ്ട്, നമ്മുടെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്, ആ സ്റ്റോർ റൂമിലാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം, ഇപ്പോൾ കടുകോ മല്ലിയോ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമ്മൾ എവിടെ പോയി നോക്കും, നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിൽ പോയി നോക്കും. എന്നിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കും. അതേപോലൊരു പ്രോസസ്സാണ് നമ്മുടെ ഈ ക്ലയൻറ്റ് ആൻഡ് സെർവർ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കൊരു പേജ് വേണം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വേണം, എന്തിനെങ്കിലും പറ്റി എനിക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്തിട്ട് ഞാനത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്താണ്, ക്ലയൻ്റ് ആണ്, നമ്മളാണ് അവിടുത്തെ ക്ലയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു പേജ് ഞാനിപ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ അങ്ങനെ എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അത് ആ സെർവറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് എല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യും, സെർവറിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് നമുക്ക് തിരിച്ചു തരും. ഇതാണ് ക്ലയൻറ്റ് ആൻഡ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടേംസ് ആണ് ക്ലയൻറ്റും സെർവറും. റിക്വസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സെർവറുമാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റും നെറ്റ്വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്